أعوذ بالله من الشيطان الرجيم ويوم تشقق السماء بالغمام ونزل الملائكة تنزيلا الملك يومئذ الحق للرحمن وكان يوما على الكافرين عسيرا ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫുർഖാനിലെ 25 മുതൽക്കുള്ള ആയത്തുകളാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങളോട് ബഹുമാനാദരവുകളും കൂറും വെച്ച് പുലർത്തുകയും ആ വചനങ്ങളെ, അതിലെ ആശയങ്ങളെ തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് റഹ്മാനായ റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കുവാൻ വേണ്ടി അധ്വാനിക്കുന്നവരിൽ നമുക്കെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല സ്ഥാനം നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് വയൗമ തശഖഖുസ് സമാഉ ബിൽ ഗമാമി വനുസ്സിലൽ മലായികതു തൻസീലാ അൽ മുൽക്കു യൗമഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ വകാന യൗമൻ അലൽ കാഫിരീന അസീറാ. മരണാനന്തരം പരലോക കോടതിയിൽ വരാനിരിക്കുന്ന അത്യന്തം ഗൗരവതരമായ ചില രംഗങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളെ പാരായണം ചെയ്ത് കേൾപ്പിച്ച സൂക്തങ്ങളിലൂടെ അല്ലാഹു നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. വയൗമ തശഖഖുസ് സമാഉ, ആകാശം പിളരുന്ന ദിവസം. ശഖഖ അല്ലെങ്കിൽ തശഖഖ എന്നൊക്കെ പറയുമ്പോൾ പിളർന്നു, പൊട്ടിപ്പിളർന്നു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ പൊട്ടിപ്പിളർന്നു പോകുന്ന ദിവസം, പിളർന്നു പോകുന്ന ദിവസം. എന്താണ് പിളരുന്നത്? അസ്സമാ, ആകാശം. ബിൽ ഗമാമി, മേഘപടലം കൊണ്ട് അല്ലെങ്കിൽ കാർമേഘത്തോടെ. ഗമാമ് കാർമേഘം, അതല്ലെങ്കിൽ മേഘപടലങ്ങൾ എന്നൊക്കെയാണ് ഗമാമിനർത്ഥം. അങ്ങനെ വയൗമ തശഖഖുസ് സമാഉ, ആകാശം പൊട്ടിപ്പിളരുന്ന ദിവസം. ബിൽ ഗമാമി, കാർമേഘത്തോടെ അല്ലെങ്കിൽ മേഘ പടലവും കൊണ്ട്. തീർന്നില്ല. വനുസ്സിലൽ മലായികതു തൻസീലാ, വനുസ്സില, ഇറക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം. നസ്സല, ഇറക്കി. നുസ്സില, ഇറക്കപ്പെട്ടു. വനുസ്സില, ഇറക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം. ആരെയാണ് ഇറക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇറക്കപ്പെടുന്നത്? അൽ മലായികത്തു, മലക്കുകൾ. മലക്കുകൾ ഇറക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം. തൻസീല, ഒരു തരം ഇറക്കപ്പെടൽ അല്ലെങ്കിൽ ഇറക്കൽ.
അതിശക്തമായ നിലക്ക് മലക്കുകളുടെ വരവ് ഉണ്ടാകുന്ന ദിവസം. സഹോദരങ്ങളെ, തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത്, ആ ഭാഗവും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വിശദീകരിക്കാം. അൽ മുൽക്കു യൗമഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ. അൽ മുൽക്കു രാജാധികാരം, യൗമഇദിൻ ആ ദിവസം രാജാധികാരം ആർക്കാണ്? യൗമഇദിനിൽ ഹഖ്ഖു, ആ ദിവസത്തിലെ യഥാർത്ഥത്തിലുള്ള രാജാധിപത്യം, അന്ന് യഥാർത്ഥമായ രാജാധിപത്യം ലിർറഹ്മാൻ, പരമകാരുണികനത്രേ, അല്ലാഹുവിന് മാത്രമാണ് അന്നത്തെ ദിവസത്തെ രാജാധികാരം. വകാന യൗമൻ അലൽ കാഫിരീന അസീറാ. വകാന യൗമൻ, ആ ഒരു ദിവസം ആയിരിക്കും. വകാന യൗമൻ, ആ ദിവസമായിരിക്കും. അലൽ കാഫിരീന അസീറാ, അത് അവിശ്വാസികൾക്ക് പ്രയാസമേറിയ ഒരു ദിവസമായിരിക്കുന്നതുമാണ്. അസീർ എന്ന് പറഞ്ഞാൽ യസീർ എന്നുള്ളതിന്റെ നേരെ വിപരീത പ്രയോഗമാണ്, ളിദ്ദാണ് അസീർ. യസീർ എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പം, അസീർ എന്ന് പറയാൻ ഏറ്റവും ഞെരുക്കമുള്ളത്. അപ്പൊ അത് അവിശ്വാസികൾക്ക് പ്രയാസമേറിയ ഒരു ദിവസമായിരിക്കുന്നതുമാണ്. സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ അവസാനം നടക്കുമ്പോൾ, മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസത്തിൽ നടക്കാൻ പോകുന്ന അത്യന്തം ഗൗരവതരമായ ചില കാര്യങ്ങളെയാണ് അള്ളാഹു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. വയൗമ തശഖഖു സ്സമാഉ ബിൽ ഗമാമി, ആകാശം മേഘപടലവുമായി കൊണ്ട് പൊട്ടിപ്പിളരുന്ന ദിവസം. പരിശുദ്ധ ഖുർആനിൽ മഹ്ശറിൽ സംഭവിക്കാനിരിക്കുന്ന, അതല്ലെങ്കിൽ അന്ത്യനാളിനോടനുബന്ധിച്ച് സംഭവിക്കാനിരിക്കുന്ന പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പല സ്ഥലത്തും ആകാശത്തിന്റെ മാറ്റത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ലോകം അവസാനിക്കുന്ന ഘട്ടത്തിൽ അത്തരത്തിലുള്ള പല കാര്യങ്ങളും അന്ന് സംഭവിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ആകാശ കവാടങ്ങൾ തുറക്കപ്പെടും. എന്നൊക്കെയുണ്ടല്ലോ വിശുദ്ധ ഖുർആനിൽ. ആകാശം തുറക്കപ്പെടും, പല ഡോറുകളായി തുറക്കപ്പെടും. ഇവിടെ റഹ്മാനായ റബ്ബ് വിചാരണയ്ക്ക് വേണ്ടി വരുന്ന മഹ്ശറിൽ ജനകോടികൾ നിൽക്കുകയാണ്. എത്ര കാലമാണ് ആ നൃത്തം? അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളെണ്ണുന്നത് 50,000 ദിവസത്തിന് സമാനമാണെന്നാണ് വിശുദ്ധ ഖുർആൻ ഒരിടത്ത് പറഞ്ഞത്. എന്താണ്? അത്രത്തോളം ദൈർഘ്യമേറിയ ദിനങ്ങളാണ് അവിടെ കാത്തു നിൽക്കുവാനുള്ളത്. ജനകോടികൾ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്, കാത്തു നിൽക്കുകയാണ് മഹ്ശറിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിചാരണക്കെടുത്ത് സ്വർഗനരകങ്ങളിലേക്ക് തീരുമാനമാക്കപ്പെടുവാൻ വേണ്ടി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈ ലോകം അവസാനിക്കുന്നത് വരെയുള്ള ജനകോടികൾ മുഴുവനും, മനുഷ്യ ജിന്ന് വർഗങ്ങൾ മുഴുവനും അവിടെ മഹ്ശറിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. അത്യന്തം ബേജാറും വെപ്രാളവും ഭയവും സങ്കടങ്ങളുമൊക്കെ ഇരട്ടിച്ചുകൊണ്ട് നിൽക്കുന്ന അത്തരം സന്ദർഭങ്ങളിൽ ഒന്ന് വിചാരണക്കെടുത്ത് കിട്ടുവാൻ വേണ്ടി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മനുഷ്യരെല്ലാം കൂടി മഹാരഥന്മാരായ പ്രവാചകന്മാരെ സമീപിക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആവട്ടെ, നൂഹ് അലൈഹിസ്സലാം ആവട്ടെ, ഇബ്രാഹിം അലൈഹിസ്സലാം ആവട്ടെ, മൂസ അലൈഹിസ്സലാം ആവട്ടെ, ഈസ അലൈഹിസ്സലാം ആവട്ടെ, ഏതു പ്രവാചകന്മാരെയും സമീപിക്കുമ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് താങ്കളൊന്ന് ശുപാർശ പറയണേ എന്ന് നേർക്ക് നേരെ പ്രവാചകന്മാരുടെ സമീപത്ത് പോയിക്കൊണ്ട് ജനകോടികൾ ആവശ്യപ്പെടുമ്പോൾ ഓരോ പ്രവാചകന്മാരും നഫ്സി നഫ്സി, ഞങ്ങളുടെ കാര്യം തന്നെ എന്തായിത്തീരും എന്നറിയാത്ത ബേജാറിലും വെപ്രാളത്തിലുമാണ് ഞങ്ങളെന്ന് പറഞ്ഞു ഒഴിയുമ്പോൾ അവസാനം എത്തുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്കാണ്.
അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തേക്ക് നൽകിയ ആ ഒരു പ്രത്യേകമായ അനുവാദം മുഖേന അവിടുന്ന് പറയും അനലഹ, അത് ഞാൻ നിർവഹിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലമത്രയും സുജൂദിൽ കിടന്ന് ആ സുജൂദിൽ എന്തൊക്കെയാണ് പറയേണ്ടത്, ചൊല്ലേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തോന്നിപ്പിച്ചു കൊടുക്കുമെന്നും റബ്ബുദ്ദേശിക്കുന്ന കാലമത്രയും അവിടുന്ന് സുജൂദിൽ കിടന്ന് പ്രാർത്ഥനകളും തസ്ബീഹുകളും ഒക്കെ നിർവഹിച്ചതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോട് പറയും, യാ മുഹമ്മദേ ഇർഫഅ റഅസക്, നീ നിന്റെ ശിരസ് ഉയർത്തിക്കോ. ഇശ്ഫഅ, നീ ശുപാർശ പറഞ്ഞോളൂ. തുശഫഅ, താങ്കളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും. സൽ, ചോദിച്ചോളൂ. തുഅത, നൽകപ്പെടും. ആ അവസരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ജനങ്ങളെ ഒന്ന് വിചാരണക്കെടുക്കണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് നടത്തുന്ന ആ ഒരു ശുപാർശയുണ്ട്. അശ്ശഫാഅത്തുൽ ഉളമാ, ജനകോടികൾക്ക് വേണ്ടി ആരും ശബ്ദിക്കാനില്ലാത്ത ദിനത്തിൽ അള്ളാഹു നൽകിയ അത്യുന്നതമായ പവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്ന ഈ ഒരു ശഫാഅത്ത്, ഈ ഒരു ശുപാർശ സ്വീകരിക്കപ്പെടുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനകോടികളെ വിചാരണ ചെയ്യുവാൻ വേണ്ടി വരുന്ന ഒരു രംഗമാണ്. അതിലേക്കാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ നമുക്ക് സൂചന നൽകിയിരിക്കുന്നത്. വയൗമ തശഖഖുസ് സമാഉ ബിൽ ഗമാമി വനുസ്സിലൽ മലായികതു തൻസീലാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വരവ്, അതുപോലെ തന്നെ ആകാശലോകത്തിന് സംഭവിക്കുന്ന മാറ്റം, ആ രൂപത്തിലുള്ള മലക്കുകൾ ധാരാളമായി വരുന്ന രംഗം പരിശുദ്ധ ഖുർആൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇവർ ഇനി എന്താണ് പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മേഘപടലങ്ങൾക്കിടയിൽ നിന്ന് റഹ്മാനായ റബ്ബ് വരുന്നതിനെ അല്ലാതെ ഇവരിനി എന്താണ് കാത്തിരിക്കുന്നത് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഹൽ യൻദുറൂന ഇല്ലാ അൻ യഅതിയഹുമുല്ലാഹു ഫീ ളുലലിൻ മിനൽ ഗമാമി വൽ മലായിക. ഹൽ യൻദുറൂന, ഇവർ നോക്കി കാത്തിരിക്കുകയാണോ? ഈ അവിശ്വാസികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ചോദിച്ചതാണ്. ഹൽ യൻദുറൂന, അവർ കാത്തിരിക്കുകയാണോ? ഇനിയും വിശ്വസിക്കാനായില്ലേ ഇവർക്കിനി എന്നാ ഇവരിനി വിശ്വസിക്കുക? ഈ വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങളിലൊക്കെ ഈ സത്യനിഷേധികളും അഹങ്കാരികളും ഒക്കെ ഇനി എന്നാണ് വിശ്വസിക്കാൻ കാത്തിരിക്കുന്നത്? അല്ലാഹു ചോദിക്കുകയാണ്, ഹൽ യൻദുറൂന, അവർ കാത്തിരിക്കുകയാണോ? ഇല്ലാ യഅതിയഹുമുല്ലാഹു ഫീ ളുലലിൻ മിനൽ ഗമാമി, മേഘത്തണലുകളായി കൊണ്ട് അല്ലാഹു അവർക്കിടയിലേക്ക് വരുന്നതിനെ അല്ലാതെ വേറെ എന്താണ് ഇനി അവർ കാത്തിരിക്കുന്നത്? വൽ മലായികത്തു, മലക്കുകളും വരും. കണ്ടോ, റഹ്മാനായ റബ്ബിന്റെ വിചാരണക്ക് വേണ്ടിയുള്ള ആഗമനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. കൂട്ടം കൂട്ടമായി ആകാശലോകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോ ആകാശങ്ങളിൽ നിന്ന് നമുക്ക് എണ്ണിക്കണക്കാനാവാത്തത്ര കോടിക്കണക്കിന് മലക്കുകളാണ് ഇറങ്ങി വരിക എന്നാണ് ചില റിപ്പോർട്ടുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവരെല്ലാവരും കൂടെ ഇങ്ങനെ വലയം ചെയ്ത് നിൽക്കും. ആരുടെ ചുറ്റും? മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുള്ള ജനകോടികളുടെ ചുറ്റും മലായികത്തുകൾ വലയം തീർത്തിട്ടുണ്ടാകും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ വരവ് വിചാരണക്ക് വേണ്ടി പരിശുദ്ധ ഖുർആൻ നമുക്കൊക്കെ സുപരിചിതമായ വൽ ഫജ്ർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫജ്റിൽ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. നിന്റെ രക്ഷിതാവ് വരുന്ന ദിവസം, നിന്റെ രക്ഷിതാവ് വരികയാണ്. വിചാരണക്ക് വേണ്ടി അല്ലാഹു തആല വരികയാണ്.
അള്ളാഹു വരുന്നു എന്നൊക്കെ പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണം, റഹ്മാനായ റബ്ബിന്റെ വരവ്, അതുപോലെ തന്നെ റബ്ബിന്റെ ഇറക്കം എന്നൊക്കെ പറയുമ്പോ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഒരു കൃത്യമായ നിലപാടുണ്ട്. അള്ളാഹു വരുന്നു അല്ലെങ്കിൽ അള്ളാഹു ഇറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സൃഷ്ടികളെ പോലെ എന്ന് നമുക്ക് ഒരിക്കലും പറയാനോ നിനക്കുവാനോ വിചാരിക്കുവാനോ പോലും പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് അനുയോജ്യമായ നിലക്ക് അള്ളാഹു അവനെ സംബന്ധിച്ച് എന്തൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ അതൊക്കെയും അപ്പടി നമ്മൾ വിശ്വസിക്കുകയാണ് വേണ്ടത്. അതിന് നമ്മൾ വ്യാഖ്യാനിക്കാൻ പോകരുത്, അതിന് നമ്മൾ രൂപം പറയാൻ പോകരുത്. ഇപ്രകാരമാണ് അള്ള വരിക എന്ന് പറയരുത്, അതല്ലെങ്കിൽ ഉപമ പറയാൻ പോകരുത്, അഥവാ ഇന്ന വസ്തു അല്ലെങ്കിൽ ഇന്ന വ്യക്തി വരും പോലെ എന്ന് പറയാനോ ഉപമിക്കാനോ പാടില്ല, വ്യാഖ്യാനിക്കാനും പാടില്ല. അള്ള വരിക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന വന്നു എന്നാണ് അർത്ഥം എന്ന് വ്യാഖ്യാനിക്കാനും പോകണ്ട. അതുപോലെ തന്നെ റബ്ബ് ഇറങ്ങുന്നു എന്ന് പറയുമ്പോ അള്ളാന്റെ കൽപ്പന ഇറങ്ങുന്നു എന്ന് വ്യാഖ്യാനിക്കാൻ പോകണ്ട. ഏതെങ്കിലും ഒരു സൃഷ്ടി ഇറങ്ങും പോലെ എന്ന് ഉപമിക്കാൻ പോകണ്ട, അതല്ലെങ്കിൽ അതിന്റെ രൂപം പറയാൻ പോകണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്രകാരമാണോ അവനെ കുറിച്ച് നമുക്ക് അറിയിച്ചു തന്നതെങ്കിൽ അതൊക്കെയും അതിന്റെ അപ്രകാരം തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ നമ്മുടെ വകയായി നമ്മൾ രൂപം പറയൂല, ഉദാഹരണം ഉപമ പറയൂല, അതല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ നിഷേധിക്കൂല, അതല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ച് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയില്ല. ഇതാണ് അഹ്ലുസുന്നയുടെ വീക്ഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിലുള്ള ആയത്തുകളൊക്കെ സഹാബിമാർക്ക് ഓതിക്കേൽപ്പിച്ചു കൊടുത്തപ്പോ ഒരു സഹാബിയും ചോദിച്ചിട്ടില്ല, നബിയെ അതെങ്ങനെയാ അള്ള വരിക, എങ്ങനെയാ അള്ള ഇറങ്ങുക, എങ്ങനെയാണ് അള്ളാഹു ചിരിക്കുന്ന ഹദീസിൽ പറയാ, അള്ളാഹുവിന്റെ കൈന്ന് ആയത്തുകളിലുണ്ടല്ലോ, അള്ളാഹുവിന്റെ കണ്ണുകൾ എന്ന ആയത്തുകളിലുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ്, എപ്രകാരമാണ്, എന്താണത് എന്നൊന്നും അവരാരും ചോദിച്ചിട്ടില്ല. അവരൊക്കെ എന്താണ് ചെയ്തത്? അപ്പടി അങ്ങ് വിശ്വസിച്ചു. അതാണ് നമ്മുടെയും ബാധ്യത. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോ ലോകത്ത് ഏതെങ്കിലും ഒന്നിനെ പോലെ എന്ന് ചിന്തിക്കാൻ പോലും പാടില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് ഈക്വലായി, അവന് തുല്യനായി ഒരാളും തന്നെയില്ല, അവന് തുല്യനായി അവൻ മാത്രം. ലൈസ കമിസ്ലിഹി ശൈഅ, അവന് തുല്യനായി അതൊന്നും തന്നെയില്ല, അവനെ പോലെ മറ്റൊന്നുമില്ല എന്നൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാനിത് സൂചിപ്പിച്ചത് ഇവിടെ അല്ലാഹു തആല വരുന്നു അല്ലെങ്കിൽ വിചാരണക്ക് വരുന്നു എന്നൊക്കെ പറയുമ്പോ പല ആളുകളും ഇത്തരത്തിലുള്ള സൂക്തങ്ങളെയൊക്കെ ദുർവ്യാഖ്യാനിച്ച് ഇതിന്റെയൊക്കെ ശരിയായ രൂപത്തിൽ അള്ളാഹു വരുന്നു എന്ന് പറഞ്ഞാൽ വരുന്നു തന്നെയാണ് അർത്ഥം എന്ന് പറയുന്ന ആളുകളെയൊക്കെ പുത്തൻവാദികളാക്കുകയും അവരൊക്കെ വഴിപിഴച്ച കക്ഷികളാണ് എന്ന് വിമർശിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, സഹാബത്തൊക്കെ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുകയാണ്. അവര് വേറെ വ്യാഖ്യാനത്തിനോ ഉപമയ്ക്കോ അല്ലെങ്കിൽ അതിനെ മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്തുവാനോ ഒന്നിനും അവരാരും തയ്യാറായിട്ടില്ല, വ്യാഖ്യാനിക്കാനും തയ്യാറായിട്ടില്ല. എപ്രകാരം അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചുവോ അപ്രകാരം അവര് വിശ്വസിച്ചു. അതാണ് ഏറ്റവും സുരക്ഷിതമായ രീതി. അത് തന്നെയായിരുന്നു നമ്മുടെ സഹാബാ കിറാമിന്റെയും താബിഈങ്ങളുടെയും ഒക്കെ രീതി. അതിൽ തന്നെയാണ് നമ്മളും ഉറച്ചു നിൽക്കുന്നത്. അതല്ലാതെ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അതൊക്കെ നമുക്ക് പല വ്യാഖ്യാനങ്ങളൊക്കെ ഇങ്ങനെ നൽകിയിട്ട് ഇങ്ങനെ ഒപ്പിച്ചുണ്ടാക്കുന്ന പതിവ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ സമ്പ്രദായം അല്ല. ഇത് സാന്ദർഭികമായിട്ട് ഞാൻ എൻ്റെ ശ്രോതാക്കളെ എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പൊ സഹോദരങ്ങളെ, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വരും. പിന്നെ വൽ മലായികത്തു വൽ മലക്കു വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ, അണിയണിയായി മലക്കുകളും വരും. കണ്ടോ, വിചാരണക്ക് വേണ്ടി റബ്ബ് വരുന്ന ഗാംഭീര്യമുള്ള രംഗമാണത്, പ്രത്യേകമായ സന്ദർഭമാണത്. അങ്ങനെ മലക്കുകള് വരും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോ റഹ്മാനായ റബ്ബ് വിചാരണക്ക് വേണ്ടി മഹ്ശറിലേക്ക് ജനങ്ങളെ വിചാരണ നടത്തുവാൻ വേണ്ടി വരുമ്പോ റബ്ബ് മാത്രമല്ല, വനുസ്സിലൽ മലായികത്തു തൻസീല, മലക്കുകളും കൂട്ടം കൂട്ടമായി ഇറക്കപ്പെടും എന്നാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങളെ, അപ്പൊ ആകാശലോകത്തിന് മാറ്റം വരുന്നുണ്ട്. മലക്കുകൾ അതിശക്തമായ നിലക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നത്തെ ദിവസം അധികാരമാർക്കായിരിക്കും? അൽ മുൽക്കു യൗമഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ. അൽ മുൽക്കു, അന്നത്തെ ദിവസം അധികാരം, രാജാധിപത്യം. യൗമഇദിൻ എന്ന് പറഞ്ഞാൽ അന്നേ ദിവസം. ആ ദിവസം മുൽക്ക്, രാജാധിപത്യം. ഏത് രാജാധിപത്യം? അൽ ഹഖ്ഖു, യഥാർത്ഥത്തിലുള്ള യഥാർത്ഥ രാജാധിപത്യം അന്നത്തെ ദിവസം ആർക്കായിരിക്കും? ലിർറഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് മാത്രമായിരിക്കും. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇവിടെയൊക്കെ പലർക്കും ഇപ്പൊ പല അധികാരികളുണ്ട്, രാജാക്കന്മാരുണ്ട്, ഭരണാധികാരികളുണ്ട്. അതൊക്കെ ഈ ലോകത്തെ കാര്യം. പരലോക കോടതിയിൽ ആർക്കും ഒരു അധികാരവും ഇല്ല. അന്നത്തെ ദിവസം മുഴുവൻ അധികാരങ്ങളും അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ്. അതാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പുകഴ്ത്തി പറയുന്നതെന്ത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. യൗമുദ്ദീനിന്റെ ഉടമയാണവൻ, വിചാരണാ ദിവസത്തിന്റെ അധികാരിയും ഉടമസ്ഥനുമാണവൻ. കണ്ടോ, അന്നത്തെ ദിവസം ആർക്കാണ് അധികാരം? വമാ അദ്റാക മാ യൗമുദ്ദീൻ സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. എന്താണ് യൗമുദ്ദീൻ എന്ന് നിനക്കറിയാമോ? വിശുദ്ധ ഖുർആൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, വമാ അദ്റാക മാ യൗമുദ്ദീൻ സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ. നിനക്ക് എന്തറിയാം? യൗമുദ്ദീനിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? എന്താ ദിവസത്തിന്റെ പ്രത്യേകത? യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ. ഒരാളും മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ഉടമപ്പെടുത്തി കൊടുക്കാത്ത, ഉടമപ്പെടുത്തി എന്തെങ്കിലും ആ രൂപത്തിൽ ചെയ്യാൻ കഴിയാത്ത ദിവസമാണത്. പിന്നെയോ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. കാര്യം മുഴുവനും അന്നത്തെ ദിവസം അല്ലാഹുവിന് മാത്രമായിരിക്കും. കണ്ടോ, റഹ്മാനായ റബ്ബവന്റെ കരങ്ങൾ കൊണ്ട് ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ വെച്ച് പരലോകത്ത് വെച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഐനൽ ജബ്ബാറൂൻ. സ്വേച്ഛാധിപതികളായ ഭരണാധികാരികളൊക്കെ എവിടെ പോയി? ഐനൽ മുതകബ്ബിറൂൻ. അഹങ്കാരികളായിരുന്ന ഭരണാധികാരികളെയൊക്കെ എവിടെ പോയി? ഇവിടെ ആരൊക്കെ? എവിടെയാണ് രാജാക്കന്മാരൊക്കെ? എവിടെയാണ് സ്വേച്ഛാധിപതികൾ? എവിടെയാണ് ധിക്കാരികളായി ഭരണം നടത്തിയിരുന്ന അധികാരികളെ? നിങ്ങളൊക്കെ എവിടെ പോയി? ഇതിന് ഉത്തരം കിട്ടാനുള്ള ചോദ്യമല്ല, അള്ളാഹു ചോദിക്കാണ്. ലിമനിൽ മുൽക്കുൽ യൗം. ആർക്കാണടോ ഇന്നത്തെ ദിവസം അധികാരമുള്ളത്? രാജാധിപത്യം ഇവിടെ ആർക്കാണുള്ളത്? ആരെങ്കിലും മറുപടി പറയുമോ? അള്ളാഹു തന്നെ മറുപടി പറയുന്നു, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. എല്ലാം അടക്കി വാഴുന്ന ഏകനായ അള്ളാഹുവിന് മാത്രം. കണ്ടോ, പരലോകത്ത് വേറുള്ളതൊന്നും നടക്കൂല. അവിടെ രാജാതിരാജനായ റബ്ബാണ്, അവന്റെ മാത്രം അധികാരമാണ്. അതാണ് ഇവിടെ റബ്ബ് പറയുന്നത്, അൽ മുൽക്കു യൗമഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ. അന്നത്തെ ദിവസം യഥാർത്ഥ രാജാധിപത്യം പരമകാരുണികന് മാത്രമാകുന്നു. ലിർറഹ്മാൻ, അവന് മാത്രമാണ്. വലഹുൽ മുൽക്കു. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അവനാണ് അധികാരമുള്ളത്. സൂറത്തുൽ അൻആമിലും നമുക്ക് കാണാം, വലഹുൽ മുൽക്കു യൗമ യുൻഫഖു ഫിസ്സൂർ. കാഹളത്തിൽ ഊതപ്പെടുന്ന ദിനം എല്ലാം അള്ളാഹുവിന് മാത്രമാണ്. അവിടേക്ക് അള്ളാഹുവിന് മാത്രമാണ് അധികാരം. മാത്രമല്ല, ആ നാള്, ആ ദിവസം എന്ന് പറയുന്നത് വകാന യൗമൻ അലൽ കാഫിരീന അസീറാ. ആ ദിവസമായിത്തീരുന്നു, ആ ദിവസമായിത്തീരുന്നതാണ് അലൽ കാഫിരീന, സത്യനിഷേധികൾക്ക്, അസീറാ, പ്രയാസമേറിയ ഒരു ദിവസമായിരിക്കുന്നതാണ്. വളരെ പ്രയാസകരമായിരിക്കും അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. ആ ദിവസം വളരെ പ്രയാസകരമായിരിക്കും.
അതേ അവസരത്തിൽ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ രൂപത്തിലുള്ള കാരുണ്യ നിമിത്തം അവർക്കതത്ര പ്രയാസകരമായി തോന്നുകയില്ല. കാരണം വിശ്വാസത്തിന്റെ, അവർ സഹിച്ച ത്യാഗത്തിന്റെ, അവരുടെ മനോദാർഢ്യതയുടെ, അവരുടെ ക്ഷമയുടെ, അവരുടേതായ രൂപത്തിൽ അവർ കൃത്യമായി ജീവിതത്തിൽ അള്ളാഹുവിന്റെ നിയമാവലികളെ കാത്തു സൂക്ഷിച്ച് സഹിച്ച് ക്ഷമിച്ച് ജീവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അല്ലാഹു പലതും എളുപ്പമാക്കി കൊടുക്കുകയാണ്. അതേ അവസരത്തിൽ വകാന യൗമൻ അലൽ കാഫിരീന അസീറാ, ആ ദിവസം അവിശ്വാസികൾക്ക് വളരെ പ്രയാസമേറിയ ഒരു ദിവസമായിരിക്കുന്നതുമാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വചനങ്ങളിലൂടെ വളരെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സഹോദരന്മാരെ, തുടർന്നുകൊണ്ട് പറയുന്ന അത്യന്തം ഭയാനകമായ മറ്റൊരു കാര്യം നമ്മൾ ഓരോരുത്തരും വളരെ ഒരു കാലത്തും നമ്മുടെ മനസ്സിൽ നിന്ന് പോകാതെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കേണ്ടുന്ന ഒരു ഗൗരവതരമായ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അതെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് പ്രവാചകനെ അയച്ചു തന്നു, ഒരുപാട് നബിമാരെ അയച്ചു. അവർക്കെല്ലാം സമാപനം കുറിച്ചുകൊണ്ട് മഹാനായ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവോടുകൂടി അത് സമാപിച്ചു. അവിടുന്ന് നമുക്ക് ദിശാബോധം നൽകി. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ ഞാൻ പറയാതെ പോയിട്ടില്ല. നരകത്തിലേക്ക് നിങ്ങളെ തള്ളിവിടുന്ന ഏതെല്ലാം പാപങ്ങളുണ്ടോ ഞാൻ വിരോധിക്കാതിരുന്നിട്ടുമില്ല. എല്ലാം പഠിപ്പിച്ച് പൂർത്തിയാക്കി തന്ന നേതാവ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കൃത്യമായ വിശുദ്ധ ഖുർആനും അവിടുത്തെ ജീവിതാധ്യാപനങ്ങളുമാകുന്ന, അഥവാ അള്ളാഹുവിന്റെ ഗ്രന്ഥവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതചര്യകളും, അതാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ദിശാബോധം നിർണയിക്കേണ്ടത്. ജീവിതത്തിന്റെ മാതൃക അതാണല്ലോ. ആ മാതൃക അനുസരിച്ച് അതിലെ അധ്യാപനങ്ങൾ കൃത്യമായി പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അള്ളാഹുവിന്റെ കിതാബ് പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങളും പാഠങ്ങളും പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. അങ്ങനെ പഠിക്കൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിർബന്ധമാണ്. കാരണം ഖബറിൽ വെച്ചാൽ അള്ളാഹുവിനെ കുറിച്ച് ചോദ്യമുണ്ട്, ദീനിനെ കുറിച്ച് ചോദ്യമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ചോദ്യമുണ്ട്. അതാണല്ലോ അടിസ്ഥാനപരമായ കാര്യങ്ങൾ. അതറിയുക മാത്രമല്ല, അതറിഞ്ഞു പ്രവർത്തിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതും മാത്രമല്ല, ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിന് വിഘാതമായിട്ട് ആര് വന്നാലും അവരെ നമ്മൾ അവഗണിക്കുകയാണ് വേണ്ടത്. അള്ളാന്റെ കൽപ്പനക്കെതിരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനക്കെതിരെ മറ്റാരെങ്കിലും നമ്മൾ അനുസരിച്ച് അവരുടെ തൃപ്തിയാണ് എനിക്ക് വലുത്, അവര് പറയും പോലെയാണ് ഞാൻ ജീവിക്കേണ്ടത്, അവരുടെ അഭിപ്രായമാണ് ഞാൻ മുഖവിലക്കെടുക്കേണ്ടത്, അള്ളാന്റെ കിതാബിലും സുന്നത്തിലുമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എനിക്കിപ്പോൾ ഇതാണ് നല്ലതായി തോന്നുന്നത് എന്നൊക്കെയുള്ള നിലക്ക് റഹ്മാനായ റബ്ബിന്റെ വചനങ്ങളോടും അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിന്, അതല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ, അവരാണല്ലോ ലോകത്ത് മഹാഭൂരിപക്ഷം. പക്ഷേ പരലോക കോടതിയിൽ വരാനിരിക്കുന്ന അത്യന്തം ഗൗരവതരമായൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചു കൊണ്ട് ജീവിക്കേണ്ടതിന് പകരം മറ്റു പലരുടെയും അഭിപ്രായങ്ങൾക്ക് മുൻഗണന നൽകിയിട്ട് റബ്ബിന്റെയും റബ്ബിന്റെ റസൂലിന്റെയും വാക്യങ്ങളെയും വചനങ്ങളെയും അധ്യാപനങ്ങളെയും മാറ്റിവെച്ച് പലരുടെയും പ്രീതിക്ക് വേണ്ടി അവരുടെ അനുയായികളായി തീർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നറിയോ? അതാണ് ഇനി പറയാൻ പോകുന്നത്. وَيَوْمَ يَعَضُّ الظَّالِمُ عَلَى يَدَيْهِ يَقُولُ يَا لَيْتَنِي اتَّخَذْتُ مَعَ الرَّسُولِ سَبِيلًا يَا وَيْلَتَى لَيْتَنِي لَمْ أَتَّخِذْ فُلَانًا خَلِيلًا.
ലഖദ് അദല്ലനി അനി الذിക്രി ബഅദ ഇദ് ജാഅനി വകാന الشൈത്താനു ലിൽഇൻസാനി ഖദൂലാ. സഹോദരങ്ങളെ, വല്ലാത്തൊരു വചനമാണിത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ചിന്തയോടെ പാരായണം ചെയ്യണം. അള്ളാഹു എത്ര കാരുണ്യവാനാണ് നമ്മോട്. മഹ്ശറ വൻ സഭയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം ഇവിടുന്ന് തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്തിനു വേണ്ടി? നമ്മൾ അത്തരം ഒരു വിലാപ പ്രകടനം നടത്തുന്ന, വിലപിക്കുന്ന, കരയുന്ന, അട്ടഹസിക്കുന്ന, ഖേദപ്രകടനം നടത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആയിപ്പോകാതിരിക്കാൻ. അതിനായി ഇവിടുന്ന് പറഞ്ഞു തരുന്നത്. ഇങ്ങനെയൊക്കെ അവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതിൽ പെട്ടു പോകരുതെന്ന് കാരുണ്യത്തിന്റെ പ്രവാചകനിലൂടെ കാരുണ്യവാനായ റബ്ബ് നമുക്ക് അറിയിച്ചു തന്നിരിക്കുകയാണ്. എന്താ വിഷയം? പരലോക കോടതിയിലെത്തുമ്പോ റബ്ബിന്റെ കൽപ്പനകളെ അവഗണിച്ചിട്ടുള്ള ആളുകൾ, അവരൊക്കെയും അക്രമമാണല്ലോ ചെയ്തത്, കടുത്ത അക്രമമാണല്ലോ ചെയ്യുന്നത്. അള്ളാഹു പറഞ്ഞു, വിശുദ്ധ ഖുർആനിലൂടെ ധാരാളം സ്ഥലങ്ങളിലൂടെ പറഞ്ഞു, അവനെ മാത്രം ആരാധിക്കാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന്. നമ്മെ സൃഷ്ടിച്ചതിന്റെ പരമപ്രധാനമായ ലക്ഷ്യത്തിൽ പോലും വെള്ളം ചേർത്തുകൊണ്ട് അവനല്ലാത്തവരെ പൂജിക്കുകയും ആരാധിക്കുകയും അവനല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും അവനല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും, അങ്ങനെ അല്ലാഹു തആല ഏറ്റവും കടുത്ത അക്രമം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ശിർക്ക് ചെയ്യുകയും ചെയ്തവർ മുൻനിരയിലുണ്ട്. അതിന്റെ താഴെ പിന്നെ ഏത് തെറ്റുകൾ ചെയ്താലും അവരൊക്കെയും അക്രമമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ളുൽമാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആൻ പലപ്പോഴും തെറ്റുകൾ ചെയ്യുമ്പോൾ അതിന് ളുൽമായിട്ടാണ് പറയാറുള്ളത്. സ്വന്തത്തോട് ചെയ്യുന്ന ളുൽമാണ്. ഞാനൊരു തെറ്റ് ചെയ്യുമ്പോ മറ്റാരേക്കാളും ഞാൻ എന്നോടാണ് അക്രമം കാണിക്കുന്നത്. കാരണം ഒരു ളുൽമ് ചെയ്യുന്നതിലൂടെ, ഒരു തെറ്റ് ചെയ്യുന്നതിലൂടെ ഞാൻ എന്ത് ചെയ്യുകയാണ്? സ്വർഗം കിട്ടേണ്ടിയിരുന്ന എന്റെ ബോഡിയെ, അല്ലെങ്കിൽ എന്നെ ഞാൻ നരകാവകാശിയാക്കി മാറ്റുകയാണ്. അപ്പൊ ഞാൻ എന്നോടല്ലേ അക്രമം ചെയ്യുന്നത്? അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുമ്പോ നമ്മൾ എന്താ അള്ളാഹുവിനോട് പറയാറുള്ളത്? അല്ലെങ്കിൽ പാപമോചന തേട്ടം അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിടത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചില്ലേ, പ്രവാചകരെ, എനിക്ക് നമസ്കാരത്തിൽ ചോദിക്കാൻ ഒരു പ്രാർത്ഥന എനിക്ക് പഠിപ്പിച്ചു തരാമോ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തോടെ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അത് മനഃപ്പാഠമുള്ള ഒരു പ്രാർത്ഥനയല്ലേ? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഞാനത് പറയുന്നത് എന്തിനാ? എന്താ അതിന്റെ തുടക്കം? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ. അത് പറയാനാ. അല്ലാഹുവേ, ഇന്നി ളലംതു നഫ്സി, ഞാൻ എന്നോട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. ളുൽമൻ കസീറാ, ധാരാളം അക്രമം. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഒരുപാട് പാപം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ മറുവാക്കാണ് ആ പ്രയോഗം. ഞാൻ എന്നോട് തന്നെ ഒരുപാട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന പ്രയോഗം, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി എന്ന് പറയുന്നതിന്റെ മറുവാക്കാണ്. അതുകൊണ്ട് എനിക്ക് പുറത്തു തരണേ എന്നാണ് ആ ചോദിക്കുന്നത്. അങ്ങനെ വിശുദ്ധ ഖുർആൻ പലയിടത്തും പറഞ്ഞിട്ടില്ലേ? അപ്പോ അക്രമം എന്ന് പറയുന്നത് വമ്പിച്ച അക്രമമുണ്ട്, അതിന്റെ താഴെ വരുന്ന ആ രൂപത്തിലുള്ള പാപങ്ങളുണ്ട്. ശിർക്ക്, കുഫർ, മറ്റുള്ള പാപങ്ങൾ, ഇതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ, അങ്ങനെ അക്രമം പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ, അതാണല്ലോ ളാലിം. വയൗമ യഅദ്ദുൽ ളാലിമു, അക്രമി കടിക്കുന്ന ദിവസം. അദ്ദ എന്ന് പറഞ്ഞാൽ കടിച്ചു എന്നാണ്, അങ്ങനെ കടിക്കുകയാണ്. അദ്ദ യഅദ്ദു, യഅദ്ദു കടിക്കുക, ഇതിന് മുദാരിയാണ്. വയൗമ യഅദ്ദുൽ ളാലിമു, ആരാ കടിക്കുന്നത്? അക്രമം പ്രവർത്തിച്ചവൻ കടിക്കുന്ന ദിവസം.
അക്രമം പ്രവർത്തിച്ചവൻ കടിക്കുന്ന ദിവസം, അക്രമി അഥവാ പാപിയായ മനുഷ്യൻ കടിക്കുന്ന ദിവസം എവിടെയാ കടിക്കുന്നത്? അലാ യദൈഹി, അവന്റെ ഇരു കൈകളും. അവിടെ കൈകളൊന്നാകെ കടിക്കൂലല്ലോ, കൈകളൊന്നാകെ കടിക്കാൻ കഴിയില്ലല്ലോ. അപ്പം വിരലുകളാ കടിക്കുക. അതിന്റെ വിരല് കടിക്കുന്നു. മനുഷ്യൻ വിരല് കടിക്കലെപ്പോഴാ? ഖേദം സഹിക്കവയ്യാതെ, സങ്കടം സഹിക്കവയ്യാതെ മനുഷ്യൻ വിരല് കടിച്ചു പോകും. വ്യസനഭാരത്താൽ അക്രമികളായിട്ടുള്ള ആളുകൾ അവരുടെ കൈകൾ കടിക്കുന്ന ദിവസം കൈ കടിച്ചിട്ട് യഖൂലു, അവൻ പറയും. എന്താ പറയുന്നത്? യാ ലൈതനി തഖദതു മഅർ റസൂലി സബീലാ, യാ ലൈതനി, ഞാനായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതനി തഖദതു, ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ. യാ ലൈതനി, ഞാനായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ലൈത്ത എന്ന് പറഞ്ഞാൽ ഒരാഗ്രഹം പറയാണ്, മോഹം പറയാണ്. തീരെ നടക്കാത്ത കാര്യം പറയുമ്പോഴാണ് പലപ്പോഴും ലൈത്ത പറയാ. തീരെ നടക്കാത്തൊരു മോഹം പറയാണ്. അറബി ഭാഷയിൽ നമുക്കൊരു പ്രയോഗം കാണാൻ സാധിക്കും. ഒരു വരി കവിതയിലൂടെ അത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അലാ ലൈത ശബാബ യഊദു യൗമാ ഫഉഖ്ബിറുഹു ബിമാ ഫഅലൽ മശീബു. ഒരാള് പറയാണ്, പ്രായമായപ്പോ പറയാണ്, അലാ ലൈത ശബാബ യഊദു യൗമൻ, എന്റെ യൗവനൊപ്പൊന്ന് തിരിച്ചു വന്നിരുന്നുവെങ്കിൽ. എന്റെ ആ ചെറുപ്പകാലം, നല്ല ചോരത്തിളപ്പുള്ള കാലുണ്ടല്ലോ, ആ കാലം ഒന്ന് മടങ്ങി വന്നിരുന്നുവെങ്കിൽ. ഈ നരയൊക്കെ ബാധിച്ചതിന്റെ ശേഷം ശാരീരികമായും മാനസികമായും ഒക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇത് നടക്കുവോ? ഏതെങ്കിലും ഒരു മനുഷ്യന് നടക്കുവോ? ഇനി പ്രായം ചെറുതാകാൻ പറ്റുമോ? നടക്കാത്ത മോഹല്ലേ അത്. അപ്പൊ നടക്കാത്ത കാര്യങ്ങൾക്കാണ് പലപ്പോഴും ലൈത്ത പ്രയോഗിക്കുക അറബി ഭാഷയിൽ. അപ്പൊ ഇവിടെ എന്താ ഇയാള് പറയുന്നത്? എന്താണ് അക്രമി പറയാ? യാ ലൈതനി, ഞാനായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എങ്ങനെ? ഇത്തഖദതു, ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മഅർ റസൂൽ, റസൂലിന്റെ കൂടെ, ഞാൻ റസൂലിന്റെ കൂടെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്താണ് പറയുന്നത്? എന്ത് സ്വീകരിക്കുക? സബീല, ഒരു മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ. അള്ളാന്റെ റസൂല് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന നിയമങ്ങൾ, ആ നിയമങ്ങളെ കാറ്റിൽ പറത്തി ജീവിച്ചവനാണ് ഇപ്പോൾ ഈ പറയുന്നത്. പരലോകത്ത് അള്ളാഹുവിന്റെ റസൂല് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു നേർവഴി ഉണ്ടായിരുന്നു, ഒരു സബീൽ ഉണ്ടായിരുന്നു. ഏതാണ് ആ മാർഗം? ഖുൽ ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം എന്ന് പറഞ്ഞ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതി തന്നുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ കൃത്യമായ നേർമാർഗം, ആ നേർമാർഗത്തെ അതിന്റെ കൂടെ ഞാൻ നിന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പരലോകത്ത് വെച്ച് കൈകടിച്ചുകൊണ്ട് അക്രമി പറയുന്ന ദിവസം. മാത്രമല്ല അവൻ വീണ്ടും പറയുന്നത് നോക്കൂ, യാ വൈലത്താ, എന്റെ കഷ്ടമേ. അത് വിലാപ പ്രകടനമാണ്. അതവന്റെ ഖേദം, വ്യസനഭാരം അവൻ പ്രകടിപ്പിക്കുന്ന അയ്യോ എന്ന വിളിയാണ്. യാ വൈലത്താ, എന്റെ കഷ്ടമേ, എന്റെ നാശമേ, ഞാൻ നശിച്ചു പോയല്ലോ, എന്റെ കഷ്ടമേ. ലൈതനി, ഞാനായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എങ്ങനെ? വീണ്ടും മോഹം പറയാണ്. ലൈതനി, ഞാനായിരുന്നുവെങ്കിൽ. ഏത് നിലക്ക്? ലം അത്തഖിദ്, ഞാൻ സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഫുലാനൻ, ഇന്നാലിന്ന വ്യക്തിയെ, ഖലീല, ഉറ്റ ചങ്ങാതിയായി ഞാൻ സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. സുബ്ഹാനല്ലാഹ്. കടലങ്ങൾ എത്ര വ്യക്തമായിട്ടാ പറയണത്. എന്താ ഇയാളെ കുഴപ്പം? എന്താണ് ഈ അക്രമിയുടെ പ്രശ്നം? എന്താണ്? വാചകത്തിൽ നിന്ന് വ്യക്തല്ലേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ജീവിച്ചില്ല. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ച നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനക്ക് അല്പം പോലും വില കൊടുത്തില്ല. എന്നിട്ടോ കൂട്ടുകാരനായിട്ട് ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു, ഒരു ഫുലാൻ. എല്ലാവർക്കും ഉണ്ടാവും ഒരു ഫുലാൻ, ഒരു ഉറ്റമിത്രം. പിന്നെ അവൻ പറയുന്നതാണ് കേൾക്കുക. അവനാണ് അവസാനത്തെ വാക്ക്. അവന്റെ അനുയായിയാണ്, അവന്റെ അനുചരനാണ്, അവന്റെ പിന്നാലെയാണ്. അവൻ പറയുന്നത് പോലെ, ഖുർആനിലും ഹദീസിലും എന്തുണ്ടായാലും കുഴപ്പമില്ല, അവൻ പറയുന്നത് പോലെ. അത് വ്യക്തിയാവാം, ഒരു സംഘടനയാവാം,
കക്ഷിയാവാം, ഏതെങ്കിലും ഒരു പാർട്ടിയാവാം, ആരുമാകാം ഈ ഫുലാൻ. അങ്ങനെയുള്ള ഒരാളെ, അല്ലെങ്കിൽ ഒരു കക്ഷിയെ, അല്ലെങ്കിൽ ഒരു പാർട്ടിയെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ, അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ, ഇവരെയൊക്കെയാണല്ലോ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചത്. അപ്പൊ ഇവിടെ ഒരു ഫുലാനിനെ, ഇവിടെ ഫുലാൻ എന്ന് പറയുമ്പോ ഒരു വ്യക്തിയാണ്. ഇന്നാലിന്ന വ്യക്തിയെ ഇന്നവനെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നന്നായിരുന്നു. എന്തേ അയാൾ ചെയ്ത കുഴപ്പം? അയാൾ എന്താ എന്നെ ചെയ്തത്? അടുത്ത വചനം കേട്ടോ. ലഖദ് അദല്ലനീ, തീർച്ചയായും അവൻ എന്നെ വഴിപിഴപ്പിച്ചു. ഇത് പരലോകത്ത് വെച്ചിട്ടാ പറയണത്. വല്ല പ്രയോജനമുണ്ടോ? ലഖദ് അദല്ലനീ, അദല്ല വഴിപിഴപ്പിച്ചു. ലഖദ് അദല്ലനീ, തീർച്ചയായും അവൻ എന്നെ വഴിപിഴപ്പിച്ചു. എന്തില്ലെന്ന്? അനിദ്ദിക്രി, പ്രമാണത്തിൽ നിന്ന്. എന്താ പ്രമാണം? അദ്ദിക്ർ, ഖുർആൻ തന്നെ. ഖുർആൻ മാത്രല്ല, ഖുർആൻ മനസ്സിലാകണമെങ്കിൽ ഹദീസും വേണം. അപ്പൊ ഖുർആനും സുന്നത്തുമാകുന്ന പ്രമാണങ്ങളിൽ നിന്ന് അവൻ എന്നെ പഴപ്പിച്ചു. എപ്പോ? എനിക്കത് വിവരമില്ലാഞ്ഞിട്ടല്ല. സഹോദരങ്ങളെ, വളരെ കൃത്യമായിട്ട് അല്ലാഹു തആല പറഞ്ഞു തരുന്നു. അയാൾ എന്നെ പഴപ്പിച്ചത് എപ്പോഴാ? ബഅദ ഇദ് ജാഅനീ, അതെനിക്ക് വന്നതിന് ശേഷം. ആ ദിക്ർ, ഉത്ബോധനവും ഉപദേശവും പ്രമാണവും ഒക്കെ ഞാൻ പഠിച്ചും മനസ്സിലാക്കിയിട്ടും, അതുപോലെ തന്നെ അതെനിക്ക് ഉപദേശിക്കാൻ ആള് വന്നിട്ടും, എനിക്കത് വിവരം കിട്ടിയിട്ടും, എനിക്കത് വന്നു കിട്ടിയതിന്റെ ശേഷവും ഞാൻ ഇന്നവനെയാണ് അനുസരിച്ചു പോയത്. അങ്ങനെ അവൻ എന്നെ, ഇത് എനിക്ക് കിട്ടിയതിന്റെ ശേഷവും അവൻ എന്നെ വഴിപിഴപ്പിച്ചു. വകാന ശൈത്താനു ലിൽഇൻസാനി ഖദൂലാ, വകാന ശൈത്താനു, പിശാചാകുന്നു. അല്ലാഹു തആല ഉണർത്തുകയാണ്, പിശാചാകുന്നു. എന്താ ശൈത്താന്റെ പ്രകൃതി സ്വഭാവം എന്താണ്? ലിൽഇൻസാനി, മനുഷ്യനെ, ഖദൂലാ, അവൻ കൈവടിയുന്നവനാണ്. ആവശ്യമുള്ള നേരത്തെ ശൈത്താനെ കാണൂല. നമ്മെ പറഞ്ഞു പ്രലോഭിപ്പിച്ച് പലതും ചെയ്യിപ്പിക്കും. എന്നിട്ട് അവസാനം അവൻ തോളൊഴി. ഇതാണ് ശൈത്താൻ. ഇത്ര കഠിനമായ വർഗശത്രുവാണവൻ, ഇത്ര കൊടും ചതിയനാണവൻ. സൂക്ഷിച്ചോളണം എന്ന് അല്ലാഹു തആല പറയുന്നു. വളരെ കാര്യങ്ങളോട് മനസ്സിലാക്കാനുണ്ട് സഹോദരങ്ങളെ. ഈ മനുഷ്യൻ, അക്രമിയായ മനുഷ്യൻ, നാളെ മഹ്ശറിൽ വെച്ച് കൈകടിക്കുമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. കൈകടിച്ചിട്ട് അവൻ നിലവിളിക്കുകയാണ്, കരയാണ്, അട്ടഹസിക്കുകയാണ്. അവന്റെ വിലാപം എന്താണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ, യാ ലൈതനി തഖറതു മഅ റസൂലി സബീലാ, റസൂലിന്റെ കൂടെ ഒരു മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ വചനം ഇറങ്ങിയത് ചില മുഫസ്സിരീങ്ങളൊക്കെ, ധാരാളം മുഫസ്സിരീങ്ങൾ ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത്. ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്ത്, ഇദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒരു വിരുന്നിന് വിളിച്ചു, ഭക്ഷണത്തിന് വിളിച്ചു. അപ്പൊ ഇദ്ദേഹമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായി ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അന്ന് അതിന് പോകാനൊരു വൈമനസ്യം തോന്നി. ഏതെങ്കിലും രൂപത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുവാനാണോ? അപ്പൊ ആ നിലക്ക് പോകാൻ ഒരു വൈമനസ്യം തോന്നിയപ്പോ അയാൾ എന്ത് ചെയ്തു? നിങ്ങൾ പ്രശ്നമാക്കണ്ട, ഞാൻ നിങ്ങളുടെ അനുയായിയായി മാറിക്കോളാം എന്ന് പറഞ്ഞു. അദ്ദേഹം ഷഹാദത്ത് ചൊല്ലി, അഥവാ മുസ്ലിമായി എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ മുസ്ലിമായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ കൂട്ടാക്കി എന്നാണ്. ഇവിടെ ആ മുസ്ലിമിന്റെ വീട്ടിലേക്ക് പോയിക്കൂടാനോ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊന്നുമല്ല, ഇതെന്ന് ആരും മനസ്സിലാക്കരുത്. അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ്. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പോയി വിവരം അറിഞ്ഞു. ഇദ്ദേഹം മുസ്ലിമായി എന്നുള്ള വിവരം ഈ ഉഖ്ബയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഉബയ്യ് ഇബ്നു ഖലഫ്. ഈ ഉബയ്യ് ഇബ്നു ഖലഫ് ഈ വിവരം അറിഞ്ഞപ്പോൾ ഉഖ്ബയോട് ചോദിച്ചു, അല്ല എന്താപ്പ നിന്റെ കാര്യം? എന്താ ഇപ്പൊ നീ ഇത്ര ധൈര്യമില്ലാത്തവനാ? മുഹമ്മദിന്റെ അനുയായിയായി മാറിയോ? നീ മുസ്ലിമായോ എന്ന് ആക്ഷേപിച്ചപ്പോ ഇയാൾ എന്ത് പറഞ്ഞു? അത് ഞാൻ മുഹമ്മദ് എന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അദ്ദേഹത്തെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി മുസ്ലിമായതല്ലേ. അതും പറഞ്ഞിട്ട് ഇയാൾ പിന്നെ ഇസ്ലാം ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഇയാള്
വളരെ മോശപ്പെട്ട അന്ത്യമാണ് പിന്നെ ഇയാൾക്കുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കുറിച്ച്, അതുപോലെ തന്നെ ഉബയ്യ് ഇബ്നു ഖലഫ് പോലെയുള്ളവരെ കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ ചില പ്രവചനങ്ങൾ നടത്തി. ഇന്നയാളൊക്കെ ഇന്ന സ്ഥലത്ത് ഇന്ന രൂപത്തിൽ മരണപ്പെടുന്നു. അതേപോലെ ഉഖ്ബ അന്ത്യം അങ്ങനെയാണ് ഉഖ്ബയുടെ ഉണ്ടായത്. ഉബയ്യ് അതേ രൂപത്തിൽ തന്നെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കരം കൊണ്ട് കുത്തേറ്റിട്ടാണ് ഉബയ്യ് മരണപ്പെട്ടത്. അങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ സംഭവമാകട്ടെ അല്ലാത്ത സംഭവമാകട്ടെ ഇതേപോലെയുള്ള എല്ലാ ആളുകൾക്കും ബാധകമായൊരു ആയത്താണിത്. സത്യം മനസ്സിലായി, സത്യം ബോധ്യാണ്. സത്യം മനസ്സിലായിട്ടും പിന്നെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുണ്ട് ഇസ്ലാമിന് ഒരു കൈയൊഴിക്കല്. നല്ലോണം ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അള്ളാഹു നമുക്ക് ഹക്ക് പഠിപ്പിച്ചു തരാനാണ് പ്രവാചകനെ നിയോഗിച്ചു തന്നത്. പരിശുദ്ധ ഖുർആൻ നമുക്ക് അവതരിപ്പിച്ചു തന്നത്. നമ്മുടെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടുന്ന നമ്മുടെ പ്രമാണങ്ങളാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടുമാണ് എന്തിനേക്കാളും നമുക്ക് മഹബത്ത് വേണ്ടത്. സ്വജീവനേക്കാൾ, മാതാപിതാക്കളേക്കാൾ, സന്താനങ്ങളേക്കാൾ, സഹോദരീ സഹോദരങ്ങളെക്കാൾ, അയൽക്കാരേക്കാൾ, നാട്ടുകാരേക്കാൾ, കുടുംബങ്ങളെക്കാൾ, സാമ്പത്തികമായ നമ്മുടെ നിലനിൽപ്പിനേക്കാൾ എന്തിനേക്കാളും നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയുമാണ്. എന്നാൽ നമ്മൾ നമ്മെക്കുറിച്ച് ഗൗരവത്തോടുകൂടെ ആലോചിക്കുക. ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോ പലർക്കും വേണ്ടി നമ്മൾ അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും നിയമങ്ങളെ മാറ്റിവെക്കാറുണ്ടോ? എന്നിട്ട് ഇവരുടെ വാക്കുകൾക്കും അഭിപ്രായങ്ങൾക്കും മുൻഗണന കൊടുക്കാറുണ്ടോ? എങ്കിൽ ഈ വചനം നമുക്കെതിരെ തിരിയുന്നു. ഈ വചനം നാം ഗൗരവത്തോടെ കൃത്യമായി മനസ്സിലാക്കൽ അനിവാര്യമായിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ചോദിച്ചില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളും സന്താനങ്ങളും സഹോദരീ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നഷ്ടം വരുമോ എന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടങ്ങളും നിങ്ങളുടെ വാഹനങ്ങളും നിങ്ങളുടെ ഭവനങ്ങളും ഇതൊക്കെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും അള്ളാഹുവിന്റെ റസൂലിനേക്കാളും ആ മാർഗത്തിൽ ത്യാഗം സഹിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഇതൊക്കെയാണെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ നമ്മോട് പറഞ്ഞിട്ടില്ലേ? നമുക്ക് ആ ചിന്തയുണ്ടോ പ്രിയമുള്ളവരെ? ആരോടും ചോദിക്കണ്ട, ആരും ആരെയും ആക്ഷേപിക്കണ്ട. ഓരോരുത്തരും സ്വന്തം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഒറ്റക്കിരുന്നു കൊണ്ട് ആലോചിക്കു പ്രിയമുള്ളവരെ, ഞാൻ ഈ വചനത്തിൽ പെടുന്നുണ്ടോ? എന്റെ റബ്ബ് എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു നിയമം എന്താണെന്ന് എനിക്കറിയാം. എന്റെ റബ്ബിന്റെ റസൂല് എനിക്ക് പഠിപ്പിച്ചു തന്നത് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ട് ആ നിയമങ്ങളെ മറ്റു പലർക്കും വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെക്കുന്ന പ്രവണതയും റബ്ബിന്റെയും റബ്ബിന്റെ റസൂലിന്റെയും കൽപ്പനകളെ ദുന്യാവിലെ ഏതെങ്കിലും ആളുകളുടെ പ്രീതിക്ക് വേണ്ടി ഞാൻ വലിച്ചെറിയുന്നുണ്ടെങ്കിൽ പരലോകത്ത് വിരൽ കടിക്കേണ്ടി വരും, കൈ കടിക്കേണ്ടി വരും. കണ്ടോ, അക്രമി പറയാണ്, അക്രമം പ്രവർത്തിച്ച പാപിയായ മനുഷ്യൻ ഇരു കൈകളും കടിക്കുന്ന ദിവസം. എന്നിട്ടവൻ വിലപിക്കുകയാണ്, യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ. അള്ളാന്റെ റസൂലിന്റെ കൂടെ ആ മാർഗത്തെ ഞാൻ ശരിക്കും മുറുകെ പിടിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ, ആ മാർഗത്തെ ഞാൻ സ്വീകരിച്ച് റസൂലിന്റെ കൂടെ അതിൽ തന്നെ ഉറച്ച് ഞാൻ നിന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ യാ വൈലത്താ, എന്റെ നഷ്ടമേ, എന്റെ കഷ്ടമേ, ലൈതനി, ഞാനായിരുന്നുവെങ്കിൽ ലമ്മത്തഖിദ ഫുലാനൻ ഖലീലാ, ഇന്ന വ്യക്തിയെ, ഇന്ന വ്യക്തിയെ ഞാൻ ഉറ്റ സുഹൃത്തായി സ്വീകരിക്കാതിരുന്നുവെങ്കിൽ, സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അയാളെയല്ലേ ഞാൻ എന്റെ ഉറ്റ കൂട്ടുകാരനാക്കിയത്. ഇവിടെ ഉബയ്യിന്റെ വാക്ക് കേട്ടിട്ടല്ലേ പുറത്തുപോയത്. ഇങ്ങനെ ഇതുപോലെ ഒരുപാട് ഉഖ്ബകൾ സമൂഹത്തിൽ ഉണ്ടാകും. ഒരുപാട് ഉബയ്യമാർക്ക് വേണ്ടി ദീനിനെ വിൽക്കുന്നവർ, ഒരുപാട് ഉറ്റ ചങ്ങാതിമാർക്ക് വേണ്ടി അവൻ എന്റെ ക്ലോസ് ഫ്രണ്ടാണ്, അവൻ പറഞ്ഞപ്പോ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്റെ വാപ്പ പറഞ്ഞതാണ്, ഉമ്മ പറഞ്ഞതാണ്, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ പറഞ്ഞതാണ്, എന്റെ ഭർത്താവ് പറഞ്ഞതാണ്, എന്റെ ഭാര്യ പറഞ്ഞതാണ്,
അല്ലെങ്കിൽ ജ്യേഷ്ഠൻ പറഞ്ഞതാണ്, അനുജൻ പറഞ്ഞതാണ്, അല്ലെങ്കിൽ എന്റെ ബോസ് പറഞ്ഞതാണ്, മറ്റുള്ളവര് പറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്കത് അംഗീകരിക്കാതെ പറ്റൂല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്തോ പറയട്ടെ, എനിക്ക് ഇതൊക്കെ അനിവാര്യമായും ഇവരെ അങ്ങ് തള്ളാൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ കൃത്യമായ നിയമങ്ങളെ നമ്മൾ മാറ്റിവെക്കുന്നുവെങ്കിൽ പരലോക കോടതിയിൽ വിലപിക്കുകയാണ്. ഇന്ന വ്യക്തിയെ ഞാൻ എന്റെ ഉറ്റ ചങ്ങാതിയായി സ്വീകരിക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത്താ ലൈതനീ ലം അത്തഖിദ ഫുലാനൻ ഖലീലാ. ഖലീൽ എന്ന് പറഞ്ഞാൽ എന്താ? സുഹൃത്ത്, ഉറ്റ ചങ്ങാതി. ഉറ്റ ചങ്ങാതി ഖലീലുല്ലാഹ്, അള്ളാഹുവിന്റെ മിത്രം ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവിന്റെ ഖലീലാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമും അള്ളാഹുവിന്റെ ഖലീലാണ്. അപ്പൊ ഖലീൽ എന്ന് പറഞ്ഞാൽ ചങ്ങാതി എന്നാണ്, സുഹൃത്ത്. പരലോകത്ത് പറയാണ്, അള്ളാന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് ഇവിടെ ഏത് സുഹൃത്തിന് വേണ്ടിയിട്ടാ ഞാൻ ദീൻ അഡ്ജസ്റ്റ് ചെയ്തത്? ആർക്ക് വേണ്ടിയിട്ടാ? അതെന്റെ ഭാര്യയാണോ ഭർത്താവാണോ? ചിന്തിക്ക് പ്രിയമുള്ളവരെ. എത്രയോ സഹോദരിമാരില്ലേ, ഇസ്ലാമിന്റെ നിയമമൊക്കെ അവൾക്കറിയാം, പക്ഷേ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ ഇക്കാക്ക് വേണ്ടി, അതല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിന് വേണ്ടി, എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ഈ നിയമത്തെ മാറ്റിവെക്കുന്നു. പരലോക കോടതിയിൽ പറഞ്ഞാൽ സ്വീകരിക്കൂ? എന്റെ ഭർത്താവ് പറഞ്ഞിട്ടാണ്, ഭാര്യ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നൊരു ഭർത്താവിന് പറയാനൊക്കുമോ? വിലപിക്കില്ലേ പരലോകത്ത് വെച്ച്? ഇന്ന വ്യക്തിയെ ഞാൻ കൂട്ടുകാരനാക്കിയതാണല്ലോ, ഉറ്റ ചങ്ങാതിയാക്കിയിട്ട് അവൻ പറഞ്ഞത് ഞാൻ സ്വീകരിച്ചതാണല്ലോ, ഇപ്പൊ ഞാൻ ഇങ്ങനെ അതപ്പതിച്ച് നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്നത്. അതുകൊണ്ട് ഞാൻ അവരെ ഉറ്റ ചങ്ങാതിയാക്കാതിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാർഗത്തെ ഞാൻ ശരിയായ രൂപത്തിൽ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഇരു കൈവിരലുകളും ഇരു കൈകളും കടിച്ചുകൊണ്ട് അക്രമി പറയുന്ന ദിവസം. وَيَوْمَ يَعَضُّ الظَّالِمُ عَلَى يَدَيْهِ يَقُولُ يَا لَيْتَنِي اتَّخَذْتُ مَعَ الرَّسُولِ سَبِيلًا يَا وَيْلَتَى لَيْتَنِي لَمْ أَتَّخِذْ فُلَانًا خَلِيلًا. എന്താണ് അയാൾ എന്നെ പറ്റിക്കുകയല്ലേ ചെയ്തത്? ലഖദ് അദല്ലനി, തീർച്ചയായും അയാൾ എന്നെ വഞ്ചിച്ചു, അയാൾ എന്നെ പഴപ്പിച്ചു കളഞ്ഞു. അനിദ്ദിക്രി, പ്രമാണത്തിൽ നിന്ന് അഥവാ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അയാൾ എന്നെ തെറ്റിച്ചു കളഞ്ഞു, അയാൾ എന്നെ വഴിപിഴപ്പിച്ചു കളഞ്ഞു. ബഅദ ഇദ് ജാഅനി, എനിക്ക് ആ ദിക്ർ പ്രമാണം വന്ന് കിട്ടിയതിന്റെ ശേഷമാണ് അയാൾ പറ്റിച്ചത്. എനിക്കറിയായിരുന്നു, അതാ സത്യം എന്നറിയായിരുന്നു, പക്ഷെ അയാൾക്ക് വേണ്ടി ഞാനാണ്ട് സമ്മതിച്ചു കൊടുത്തു, അയാളെയാണ് ഞാനാണ് അനുസരിച്ചത്, അയാൾക്ക് വേണ്ടി ഞാനാണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ സത്യപ്രബോധനത്തിന് ചെവി കൊടുക്കാതെ അന്യരായ ആൾക്കാരുടെ ദുർബോധനങ്ങൾക്കും അവരുടേതായ ഇഷ്ടങ്ങൾക്കും വശംവദരായിക്കൊണ്ട് വഴിപിഴച്ചു പോയിട്ടുള്ളവരെല്ലാം ഈ അക്രമികളിൽ ഉൾപ്പെടും. അതാരാവട്ടെ, അത്തരത്തിലുള്ള ആരായിരുന്നാലും അതിൻ്റെയൊക്കെ പിന്നിൽ ശൈത്താനാണ് ഉണ്ടാകുക. കാരണം ശൈത്താനാണ് അവർക്ക് ദുർബോധനം കൊടുക്കുന്നത്. ആ ദുർബോധനമാണ് ഇവർക്ക് ഇങ്ങോട്ടും കിട്ടിയത്. അങ്ങനെ ഫലത്തിൽ ശൈത്താനാണ്. മനുഷ്യപിശാചുക്കള്, ശൈത്താൻ രണ്ട് നിലക്ക് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഇൻസിലുമുണ്ട് ശൈത്താൻ, ജിന്നിലുമുണ്ട് ശൈത്താൻ. രണ്ടിലുമുണ്ട് നല്ലവരായ ആളുകൾ. ഇൻസിലുമുണ്ട് മുഅ്മിനുകൾ, നല്ലവരുണ്ട്. ജിന്നുകളിലുമുണ്ട് നല്ലവർ. അതേ അവസരത്തിൽ ജിന്നിലുമുണ്ട് ശൈത്താൻ, ഇൻസിലുമുണ്ട് ശൈത്താൻ. അപ്പൊ ഇവരാണല്ലോ ഈ പഴപ്പിച്ചത്, ഇവരാണല്ലോ എന്നെ ഇങ്ങനെ ചെയ്തത്. അപ്പൊ അവസാനം എന്താ? ഇവരാരെങ്കിലും ഉണ്ടോ മഹ്ശറിൽ? ആരെങ്കിലും ഉണ്ടോ പരലോകത്തെ രക്ഷപ്പെടുത്താൻ? ഈ ഉറ്റ ചങ്ങാതി ഉണ്ടോ? ഞാൻ പറഞ്ഞിട്ടാ അല്ലാഹുവേ അയാൾ ഈ തെറ്റൊക്കെ ചെയ്തത്, റബ്ബേ അയാളെ നരകത്തിലിടല്ലേ, പകരം എന്നെ ഇട്ടോന്ന് ഒരു ഭർത്താവ് പറയോ ഭാര്യയെ നരകത്തിലിടുമ്പോ? അല്ലാഹുവേ എനിക്ക് വേണ്ടിയിട്ടാ അവൾ അങ്ങനെ ചെയ്തത്, അവളെ രക്ഷപ്പെടുത്തി എന്നെ നരകത്തിലേക്ക് ഇട്ടോന്ന് പറയോ? പറയൂല. ആർക്കൊക്കെ വേണ്ടി ആരൊക്കെ ദീനിനെ മാറ്റിമറിച്ചുവോ അവരാരും പരലോകത്ത് നമ്മുടെ വക്കാലത്ത് ഏറ്റെടുക്കാൻ വരൂലാന്ന് മാത്രമല്ല, സ്വന്തക്കാര് പോലും നമ്മിൽ നിന്ന് ഓടിപ്പോകുന്ന ദിവസമല്ലേ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞതല്ലേ. മാതാപിതാക്കളിൽ നിന്നും അതുപോലെ തന്നെ മറ്റെല്ലാവരിൽ നിന്നും മനുഷ്യൻ ഓടിയകലുന്ന നാളാണത്.
എന്റെ പാപത്തിന്റെ ഭാരം നിങ്ങളൊന്ന് ഏറ്റെടുക്കൂ എന്നാവശ്യപ്പെട്ടാൽ ആരും അത് ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ലോകമാണത്. വഇൻ തദഉ മുസ്ഖലത്തുൻ ഇലാ ഹിംലിഹാ ലാ യുഹ്മൽ മിൻഹു ശൈഉൻ വലൗ കാന ദാ ഖുർബാ. അടുത്ത ബന്ധുവിനോട് പോലും നമ്മൾ പറഞ്ഞാൽ, എടാ എന്റെ പാപത്തിൽ നിന്ന് അല്പം നീ ഒന്ന് പങ്ക് ഏറ്റെടുക്കടാ എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ അവിടെ ഒരാളും ഉണ്ടാകില്ല. ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും തയ്യാറാകൂല. സഹോദരങ്ങളെ, അവിടെ നഫ്സി നഫ്സി, അവിടെ അവനവന്റെ കാര്യമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ലികുല്ലി ഇംറിഇം മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നീഹ്. ഓരോ മനുഷ്യനും അവരവരുടെ കാര്യം തന്നെ ഇഷ്ടം പോലെ നോക്കാനുള്ള നാളാണത്. പിന്നെ അവിടെ വേറൊരാളെ കാര്യം നോക്കാം സമയമുണ്ടോ? ആരെങ്കിലും ഏറ്റെടുക്കോ? ഇല്ല. അതുകൊണ്ട് ഗൗരവത്തോടെ ആലോചിച്ചോളൂ സഹോദരങ്ങളെ. നമ്മളിവിടെ ആർക്കും വേണ്ടി ദീനിനെ അഡ്ജസ്റ്റ് ചെയ്യണ്ട, അള്ളാന്റെ നിയമത്തെ കാറ്റിൽ പറത്തണ്ട ആർക്കും വേണ്ടിയിട്ട്. അവരുടെയൊക്കെ പ്രീതി കിട്ടിയിട്ട് റഹ്മാനായ റബ്ബ് നമ്മെ വെറുത്തിട്ട് എന്താ കാര്യം? റബ്ബ് നമ്മെ ഇഷ്ടപ്പെടുകയല്ലേ വേണ്ടത്. അപ്പൊ വിരൽ കടിച്ചുകൊണ്ട് പറയുമ്പോ മഹ്ശറിൽ വെച്ച് ആരും സഹായത്തിനുണ്ടാകില്ല. മാത്രമല്ല ഇതിനെല്ലാം പ്രലോഭിപ്പിച്ച് തിന്മകളിലേക്ക് പിന്നാലെ കൂടി അതിനുവേണ്ടി ആഹ്വാനം ചെയ്ത ശൈത്താൻ അവിടെ തോളഴിയുകയാണ്. വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂലാ. ശൈത്താൻ അവിടെ മനുഷ്യന്റെ കാര്യത്തിൽ മനുഷ്യനെ പിശാച്ച് അന്നത്തെ ദിവസം എന്ത് ചെയ്യും? ഖദൂല. ഖദല എന്ന് പറഞ്ഞാൽ കൈവടിഞ്ഞു എന്നാണ്. ഖദൂല, അവൻ കൈവടിയുന്നവനാണ്. വിവരിക്കാനുണ്ട് നമുക്ക് ആ വചനം, ഇനിയും ബാക്കിയും നമുക്ക് വിശദീകരിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കുറച്ച് വിശദീകരണങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഗൗരവത്തോടുകൂടി. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ കൽപ്പനകളെ കൃത്യമായി മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിരുന്ന ആ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും പതറാതെ ജീവിക്കുവാനുള്ള ഒരു മനോധൈര്യവും കരുത്തും തൗഫീഖും നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പരലോകത്ത് കൈകടിച്ച് വിലപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ റബ്ബിന്റെ കോടതിയിൽ വൻ വിജയം നേടുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ നാഥൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും ആ നേരിന്റെ പാതയിൽ തന്നെ അടിയുറച്ച് മുന്നേറി അങ്ങനെ തന്നെ മരിച്ച് റബ്ബിനെ കണ്ടുമുട്ടുവാനുമുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സജ്ജനങ്ങൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ ജഹന്നമിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا تقبل منا إنك أنت السميع العليم. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.